പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണ്ട എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പോലീസിൽ നിന്ന് മാറ്റിയതിനാൽ സസ്പെൻഷൻ പോലെയുള്ള നടപടി വേണ്ട എന്നുള്ള നിലപാടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. താക്കീതിൽ ഒതുക്കാനാണ് ആലോചനകൾ നടക്കുന്നത്. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, വലിയ അതിശയോക്തിയൊന്നുമില്ല, കാരണം ഇനിയൊരു വലിയ നടപടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ആരും പ്രതീക്ഷിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്ന് താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്ന് തന്നെയാണ് റവാഡ ചന്ദ്രശേഖരന്റെയും നിലപാട്. അതെ ജൽസി, ഉപദേശിച്ചാൽ മതി നന്നായിക്കോളും എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയൊക്കെ അജിത് കുമാറിനുള്ള സമീപനം എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശക്തമായ നടപടിയൊന്നും വേണ്ട, സസ്പെൻഷനൊന്നും വേണ്ട, അത്ര നടപടികളിൽ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഓൾറെഡി നടപടി വന്നു. അദ്ദേഹത്തെ പോലീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എക്സൈസ് കമ്മീഷണറായി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അതൊരു നടപടിയായി കണക്കാക്കിയാൽ മതി. അപ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകേണ്ട, താക്കീത് ചെയ്താൽ മതി. അജിത് കുമാർ നന്നായിക്കോളൂ എന്നുള്ള നിലപാടിലേക്കാണുള്ളത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് രണ്ട് റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ആ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല. ഒരു മന്ത്രി ഫോൺ വിളിച്ചിട്ട് പോലും അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശുപാർശ നൽകിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പക്ഷേ സർക്കാർ അതെന്താണ് ചെയ്തത്? സർക്കാർ ആ റിപ്പോർട്ട് മാസങ്ങളോളം കൈവശം വെച്ചു. അതിനുശേഷം പുതിയ DGP വന്നപ്പോൾ തീർത്തും അസാധാരണമായ ഒരു നടപടി. ഒരു DGP അന്വേഷിച്ച റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ അത്തരത്തിലൊരു റിപ്പോർട്ട് മടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ പുതിയ DGPക്ക് ആ റിപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ പുതിയ DGP അത്തരത്തിൽ ആ റിപ്പോർട്ടിനൊപ്പം ഒരു ശുപാർശ കൊടുക്കുകയാണ്. ഇതൊരു പോലീസിൽ നിന്ന് മാറ്റിയത് ഒരു നടപടിയായി കണക്കാക്കണം, അതോടൊപ്പം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി എന്തായാലും ഇതിൽ കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് നടപടികൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് തീർച്ചയായും അറിയുകയും ചെയ്യാം. ഇനി അത്തരം കാര്യങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. എന്തായാലും ഇതുകൊണ്ട് തീരുന്നില്ല. ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് അജിത് കുമാർ ഒരു കുരുക്ക് നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ വരുന്ന മണിക്കൂർ വളരെ നിർണായകമാണ്. കാരണം അജിത് കുമാർ ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് ഹൈക്കോടതി ഇതൊക്കെ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ സംരക്ഷിച്ചാലും കോടതിയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാകും, കോടതി ഇതെങ്ങനെ പരിഗണിക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.